ഹായ് എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിനേഷനിലൂടെ തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രധാന ടോപ്പിക്കായ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ആണ്. എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇനി ഈ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റർ എന്ന് പറയുമ്പം ഒരു പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു പോപ്പുലേഷൻ, ആ പോപ്പുലേഷനിലെ മീൻ സാമ്പിൾ, ഈ പറയുന്ന പോപ്പുലേഷൻ മീനും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില ഫാക്ടേഴ്സുകൾ, ആ ഫാക്ടറുകളുടെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ആ ഫാക്ടറുടെ വാല്യൂ എന്തായിരിക്കും എന്ന് നമ്മളൊരു ഊഹാപോഹം നടത്തുന്നു, എസ്റ്റിമേറ്റ് ചെയ്യുന്നു, നമ്മൾ എസ്റ്റിമേഷൻ വെക്കുന്നു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കൺക്ലൂഷനിലെത്തുന്നു അവസാനം, അതായത് ഒരു അനുമാനത്തിലെത്തുന്നു, മലയാളത്തിൽ പറഞ്ഞ അനുമാനം, കൺക്ലൂഷനിലെത്തുന്നു. അങ്ങനെ കൺക്ലൂഷനിൽ എത്തുന്ന ചില കാര്യങ്ങൾ, അപ്പം ചില ഊഹാപോഹങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താ പറയുന്നത്, ചില കാര്യങ്ങളുടെ അനുമാനങ്ങളിലെത്തുക, കൺക്ലൂഷനിലെത്തുക, ആ രീതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അല്ലെ കുറച്ച് വസ്തുതകളാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. അതിനെയാണ് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്നുള്ള ടോപ്പിക്ക് ആയിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. അതിൽ ഒന്നാമത്തതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്, ആ ഇൻഫറൻസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അനുമാനം എന്നാണ്, അതായത് കൺക്ലൂഷൻ. നമ്മളൊരു കാര്യം ഒരു വലിയ വ്യക്തത നമുക്ക് ചിലപ്പോൾ കാണണമെന്നില്ല, ഒരു ചെറിയ എവിഡൻസോ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ കാണണമെന്നുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഈ ഒരു അനുമാനത്തിലെത്തുന്നു. എന്നുവെച്ചാൽ വലിയ വ്യക്തത ഇല്ലെന്നല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളൊരു അനുമാനത്തിലെത്തുകയാണ്. ഇപ്പം നമ്മൾ അത് കണ്ട് അല്ലെങ്കിൽ നേരിട്ട് കണ്ട് നമുക്ക് ബോധ്യപ്പെടണമെന്ന് നിർബന്ധമില്ല. എങ്കിലും എവിടുന്നെങ്കിലുമൊക്കെ കേട്ടറിഞ്ഞോ മറ്റുള്ളവരിൽ നിന്നൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിച്ച് നമ്മൾ അതിനെപ്പറ്റി ഒരു അനുമാനത്തിലെത്തുന്നു. ആ രീതിക്കാണ് ആ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി, അതായത് അങ്ങനെയുള്ള ഒരു പഠന രീതിയാണ് ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്ററും ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസും. എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റർ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസുമായിട്ട്, അനുമാനം, അത് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇതിൽ നമ്മൾ ഈ ടോപ്പിക്കിൽ ചർച്ച ചെയ്യുന്നത് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്ററിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. പാരാമീറ്റേഴ്സ് അല്ലെ എസ്റ്റിമേഷനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ പാരാമീറ്റർ എന്ന് പറയുമ്പം ഒരു വാല്യൂ ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പാരാമീറ്ററിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞാണ്. സ്റ്റാറ്റിസ്റ്റിക്കും പാരാമീറ്ററും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പാരാമീറ്ററിനൊക്കെ ചില വാല്യൂസ് ഇവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. ആ വാല്യൂവായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ പറയുന്നത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ആ വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനാണ്. ഇപ്പം എന്തിനെങ്കിലും ഒരു പോപ്പുലേഷൻ, വലിയ പോപ്പുലേഷൻ്റെ മീനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഒരു അനുമാനത്തിലേക്ക്, കൺക്ലൂഷനിലേക്ക് വിത്ത് എവിഡൻസുകൾ, ചെറിയ ചെറിയ എവിഡൻസുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് നമ്മൾ ആ അനുമാനത്തിലേക്ക് എത്തുന്ന രീതിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. ഇത് പ്രധാനമായി രണ്ട് രീതിയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റർ, സെക്കൻഡ് വൺ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഈ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റർ എന്ന് പറയുമ്പം അവിടെ ഒരു ഊഹം വരുന്നുണ്ട്. പിന്നീട് നമ്മൾ അതിനെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിൽ ഈ പറയുന്ന പോലെ ഊഹം വെച്ചുകൊണ്ട് അതിനെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ യഥാർത്ഥ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്ററിനെ പറ്റിയാണ് പറയുന്നത്. എസ്റ്റിമേഷൻ എത്ര ടൈപ്പ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ. ഓക്കെ അടുത്തായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എസ്റ്റിമേറ്റർ ആൻഡ് എസ്റ്റിമേറ്റ്. ഈ രണ്ട് ടേംസുകളാണ്, എസ്റ്റിമേറ്റർ ആൻഡ് എസ്റ്റിമേറ്റ്. നോക്കാം. ദ വാല്യൂ ഓഫ് പാരാമീറ്റർ ഈസ് യൂഷ്വലി എസ്റ്റിമേറ്റഡ് with the help of a function of the sample. This function is called estimator. എസ്റ്റിമേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അറിയാമല്ലോ, എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മളൊരു ഏകദേശ കണക്ക് അവിടെ വെക്കുകയാണ്. അപ്പോൾ ദ വാല്യൂ ഓഫ് പാരാമീറ്റർ ഈസ് യൂഷ്വലി എസ്റ്റിമേറ്റഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് ദി സാമ്പിൾ. അപ്പോൾ സാമ്പിളിൻ്റെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്, സാമ്പിളിൻ്റെ ഒരു ഫംഗ്ഷൻ, സാമ്പിളിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പിന്നാലെ പറഞ്ഞുതരാം. ഈ സാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പാരാമീറ്ററിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതിന് ഏത് ഫംഗ്ഷൻ്റെ സഹായമാണോ നമ്മൾ തേടുന്നത്, ആ ഫംഗ്ഷൻ അറിയപ്പെടുന്ന പേരാണ് എസ്റ്റിമേറ്റർ. ഇത് ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു സാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച റാൻഡം വേരിയബിൾസ് പഠിച്ചു ഓർക്കുന്നുണ്ടോ? നേരത്തെ റാൻഡം വേരിയബിൾസിൻ്റെ മീൻ, വേരിയൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഈ റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷനാണ്. നമ്മൾ റാൻഡം വേരിയബിളിനെ പറ്റി അന്ന് ക്ലാസ്സിൽ പറഞ്ഞെന്താ, റാൻഡം വേരിയബിൾ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ഭാഗമായി നിൽക്കുന്ന വേരിയബിളാണ്. ഈ റാൻഡം വേരിയബിളിന് ഡൊമൈനും ഉണ്ട്, റേഞ്ചും ഉണ്ട്.
റാൻഡം വേരിയബിളിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വരുന്ന എന്താ പറയുന്നത് ഈ സാമ്പിൾ സ്പേസിൽ വരുന്ന എലമെൻറ്റുകളാണ്. സാമ്പിൾ സ്പേസ് എന്ന് വെച്ചാൽ സാമ്പിൾ സ്പേസ് ആണ് എൻ്റെ ഡൊമൈൻ. അപ്പോൾ ആ റാൻഡം എക്സ്പെരിമെൻറ്റിലൂടെ കിട്ടുന്ന എലമെൻറ്റുകളെല്ലാം അല്ലെ ഔട്ട്കംസ് എല്ലാം തന്നെ ഇതിൻ്റെ ഡൊമൈനായിട്ട് പോകും. അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂസാണ് റേഞ്ച്. അങ്ങനെ നമുക്ക് ഡൊമൈനും റേഞ്ചും പറയാൻ കഴിയുന്ന എന്താ പറയുന്ന കാര്യങ്ങളെയാണ് ഇവിടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്സിൽ പഠിക്കുന്നതാണ് ഫങ്ഷൻസ്. അപ്പോൾ സ്റ്റാറ്റിൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് തന്നെ കാര്യം, ഡൊമൈനും റേഞ്ചും നമുക്ക് തരാൻ കഴിയും. അപ്പോൾ ഡൊമൈൻ കൊടുക്കുന്ന വാല്യൂ, റേഞ്ച് കിട്ടുന്ന വാല്യൂ, ഡൊമൈനും റേഞ്ചും തരാൻ കഴിയുന്ന കാര്യങ്ങളെ പറയുന്ന പേരാണ് മാത്സിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫങ്ഷനായിട്ട് ആക്ട് ചെയ്യുന്ന ഒന്നാണ് ഒരു സാമ്പിളിനെ സംബന്ധിച്ച് റാൻഡം വേരിയബിൾ. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ പറയുന്ന എസ്റ്റിമേറ്റർ ഓഫ് ദി പാരാമീറ്റർ ഈസ് എ റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിളിനെ പോലെ ആക്ട് ചെയ്യുന്നു, മനസ്സിലായി, ഒരു ഫംഗ്ഷനെ പോലെ ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എസ്റ്റിമേറ്റർ ഓഫ് ദി പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ റാൻഡം വേരിയബിളുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് നമുക്ക് പറയാവുന്നതാണ്. അപ്പം എസ്റ്റിമേറ്റർ ഓഫ് ദി പാരാമീറ്റർ തീർച്ചയായിട്ടും റാൻഡം വേരിയബിളുമായിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് പറയാം. ഓക്കെ, റാൻഡം വേരിയബിൾ മറക്കരുത്, കാരണം റാൻഡം വേരിയബിൾ ഇതുപോലെ തന്നെ ഒരു ഫങ്ഷൻ ഓഫ് സാമ്പിൾ ആണ്. ഓക്കെ, റാൻഡം വേരിയബിൾ. അപ്പോൾ ഇതിനെ എസ്റ്റിമേറ്റർ ഓഫ് ദി പാരാമീറ്ററിനെ എന്തുമായിട്ട് കണക്ട് ചെയ്ത് പറയാം, റാൻഡം വേരിയബിളുമായിട്ട് കണക്ട് ചെയ്ത് പറയാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന പോലെ ഈ എസ്റ്റിമേഷൻ രണ്ട് രീതിയിൽ പ്രധാനമായിട്ടും ഇവിടെ പറയുന്നുണ്ട്, അതിലേക്കാണ് കടക്കുന്നത്. അപ്പം ഇവിടെ പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഈ എസ്റ്റിമേറ്റർ ഓഫ് ദി പാരാമീറ്ററിനെ എന്തുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ കഴിയും, റാൻഡം വേരിയബിളുമായിട്ട്. എസ്റ്റിമേറ്റർ ഓഫ് ദി പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു ഫംഗ്ഷനാണ്, ഒരു ഫംഗ്ഷൻ ഓഫ് സാമ്പിളാണ്, സാമ്പിളിൽ യൂസ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. അത് ഒരു പാരാമീറ്ററിൻ്റെ വാല്യൂ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ഫംഗ്ഷനിൽ സാമ്പിളിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷന് പറയുന്ന പേരാണ് എസ്റ്റിമേറ്റർ ഓഫ് ദി പാരാമീറ്റർ. ഓക്കെ, അടുത്ത നോക്കാം. ദ വാല്യൂ ഒബ്റ്റൈൻഡ് ഫോർ ആൻ എസ്റ്റിമേറ്റർ ഫ്രം എ പർട്ടിക്കുലർ സാമ്പിൾ ഇസ് കോൾഡ് എസ്റ്റിമേറ്റ്. നമ്മൾ നേരത്തെ എസ്റ്റിമേറ്റ് ഓഫ് ദി പാരാമീറ്റർ പറഞ്ഞു, ഇനി അടുത്തത് എസ്റ്റിമേറ്റർ പറഞ്ഞു. ഇനി എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ എസ്റ്റിമേറ്റർ ഓഫ് ദി പാരാമീറ്റർ കണ്ടല്ലോ, ഒരു ഫംഗ്ഷനാണ്. ഇതിൽ നിന്ന് നമ്മൾ ഒരു വാല്യൂ ഒബ്റ്റെയിൻ ചെയ്തെടുക്കുകയാണ്, എസ്റ്റിമേറ്ററിന് ഒരു വാല്യൂ ഒബ്റ്റെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ദ വാല്യൂ ഒബ്റ്റെയിൻഡ് ഫോർ ആൻ എസ്റ്റിമേറ്റർ ഫ്രം എ പർട്ടിക്കുലർ സാമ്പിൾ. അപ്പോൾ സാമ്പിളിൽ നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ സാമ്പിളിൽ നിന്നും നമ്മൾ എസ്റ്റിമേറ്റർ ആ സാമ്പിളിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫംഗ്ഷൻ, സാമ്പിളിൽ നിന്നും നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫംഗ്ഷൻ പ്രകാരം ആ സാമ്പിളിൻ്റെ ഒരു പർട്ടിക്കുലർ എന്താ പറയുന്ന ഒരു തിങ്, ഫോർ എക്സാമ്പിൾ അതിൻ്റെ മീൻ എന്തെങ്കിലും കാര്യങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വാല്യൂ അതിന് എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നും കണ്ടുപിടിക്കുന്ന ആ വാല്യൂന് പറയുന്ന പേരാണ് എസ്റ്റിമേറ്റ്. അപ്പോൾ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് വാല്യൂ ആണ്. എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഫംഗ്ഷനാണ്. രണ്ടും മനസ്സിലാക്കണം. എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പം കിട്ടുന്ന വാല്യൂ ആണ്, എസ്റ്റിമേറ്ററിൻ്റെ സഹായത്തോടെ കിട്ടുന്ന വാല്യൂ ആണ്. എസ്റ്റിമേറ്റർ എന്ന് പറയുമ്പം ഫംഗ്ഷനാണ്. ആ എസ്റ്റിമേറ്റർ റാൻഡം വേരിയബിളായിട്ട് എന്തുണ്ട്, ബന്ധമുണ്ട്. ഓക്കെ, ഇനി ഈ ഇവിടെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ ആ എസ്റ്റിമേറ്ററും എസ്റ്റിമേറ്റും തമ്മിലുള്ള ഒരു ബന്ധം ഞാൻ ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. ഇപ്പം നമ്മളൊരു വലിയ പോപ്പുലേഷൻ, ഇപ്പോൾ ഒരു ഏരിയയിലെ ഇപ്പം ഒരു ഗ്രാമത്തിലെ ഒരു വില്ലേജിലെ പോപ്പുലേഷൻ എടുക്കുകയാണ് നമ്മൾ. ആ വില്ലേജിലെ ഒരു വാർഡ് എടുക്കാം, ഒരു വാർഡ് കൺസിഡർ ചെയ്യാം. നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നമ്മളൊരു വലിയ ഹ്യൂജ് പോപ്പുലേഷനാണ് അവിടെ. അപ്പം അതൊരു 10,000 ഒന്ന് കൺസിഡർ ചെയ്യുന്നു, 10,000. അപ്പോൾ അതിൽ ഈ 10,000 പേരുടെ എന്തെങ്കിലും, അപ്പോൾ ഈ 10,000 പേരുടെ സാമ്പിൾസാണ്. ഈ 10,000 പേരിൽ നിന്നും സാമ്പിൾസ് അല്ല, പോപ്പുലേഷനാണ്. ഇതിൽ നിന്ന് ഞാനൊരു സാമ്പിൾ എടുക്കുകയാണ്. ഈ സാമ്പിൾ എടുക്കുന്ന ശ്രദ്ധിച്ചോളണം. ഞാൻ ചെയ്യുന്നത് ഇവരുടെ എന്താണ് വെയിറ്റ് വെച്ചിട്ട്, ഇവരുടെ വെയിറ്റിൻ്റെ മീൻ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, എസ്റ്റിമേഷൻ നടത്താൻ പോകുന്നത്, വെയിറ്റിൻ്റെ മീൻ. അപ്പോൾ വെയിറ്റിൻ്റെ മീൻ വെച്ച് എസ്റ്റിമേഷൻ നടത്താൻ പോവാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ സാമ്പിൾ മീൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സാമ്പിൾ, അപ്പോൾ ഇവരുടെ എല്ലാം കൂടെ സാമ്പിൾ കൺസിഡർ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കുകയാണ്. ആ മീനെയാണല്ലോ സാമ്പിൾ മീൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ സാമ്പിൾ മീൻ കണ്ടുപിടിക്കുന്നു. ആ സാമ്പിൾ മീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 50 കിലോഗ്രാം ആണെന്നിരിക്കട്ടെ, സാമ്പിൾ മീൻ 50 കിലോഗ്രാം. ഈ 50, അപ്പം ഞാനിവിടെ എന്തിനെയാണ്, അപ്പം ഇവിടെ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം, എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് അവിടെ സാമ്പിൾ മീനാണ്. അപ്പോൾ സാമ്പിൾ മീനെയാണ് എനിക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ഫംഗ്ഷനെയാണോ എനിക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്, അതിനുവേണ്ടി എന്തിനാണ് സഹായിക്കുന്നത്, എന്ത് ക്വാണ്ടിറ്റിയാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്, അതാണ് അവിടുത്തെ എസ്റ്റിമേറ്റർ. അപ്പോൾ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് സാമ്പിൾ മീനാണ്. ഇനി അടുത്തത് ആ സാമ്പിൾ മീന് എനിക്കൊരു വാല്യൂ കണ്ടുപിടിച്ചു, ഞാൻ വാല്യൂ കൊടുത്തു, ആ വാല്യൂവിനെ അറിയപ്പെടുന്ന പേരാണ് എസ്റ്റിമേറ്റ്.
അപ്പോൾ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എസ്റ്റിമേറ്ററും വാല്യൂ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റുമാണ്. ഇതാണ് എസ്റ്റിമേറ്റും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. ഇവിടെ എസ്റ്റിമേഷൻ 2 ടൈപ്പിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു സാമ്പിളിൽ നിന്നും എസ്റ്റിമേഷൻ നടക്കുന്നത് 2 ടൈപ്പിലാണ്. ഒന്ന് പോയിന്റ് എസ്റ്റിമേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഇൻ്റർവെൽ എസ്റ്റിമേഷൻ. അപ്പോൾ എസ്റ്റിമേഷൻ 2 ടൈപ്പാണ്, പോയിന്റ് എസ്റ്റിമേഷൻ ആൻഡ് ഇൻ്റർവെൽ എസ്റ്റിമേഷൻ. അപ്പോൾ ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ പോയിന്റ് എസ്റ്റിമേഷൻ, ഇൻ്റർവെൽ എസ്റ്റിമേഷൻ. ഇനി ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് വരുന്നത്. എന്താണ് പോയിന്റ് എസ്റ്റിമേഷൻ, എന്താണ് ഇൻ്റർവെൽ എസ്റ്റിമേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ, പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സാമ്പിൾ എടുക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, സാമ്പിൾ എടുക്കുന്നു. ആ സാമ്പിളിന് നമ്മളൊരു വാല്യൂ കൊടുക്കുന്നു, സജസ്റ്റ് ചെയ്യുന്നു. ആ കൊടുക്കുന്ന വാല്യൂ ഒരു സിംഗിൾ വാല്യൂ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ്, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വാല്യൂ സിംഗിൾ വാല്യൂ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ്. അപ്പോൾ സിംഗിൾ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, അതിന് പറയുന്ന പേരാണ് പോയിന്റ് എസ്റ്റിമേഷൻ. പിടികിട്ടിയോ? അപ്പോൾ അവിടെ സാമ്പിളിന് എത്ര വാല്യൂ, ഒറ്റ വാല്യൂ നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഇല്ലേ, ആ സാമ്പിൾ മീൻ 50 കിലോഗ്രാം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒറ്റ വാല്യൂ അസൈൻ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് അത് പോയിന്റ് എസ്റ്റിമേഷൻ എന്നറിയപ്പെടും. ഇനി ഞാൻ ഈ പോയിന്റിന് ഒരു സിംഗിൾ വാല്യൂവിന് പകരം ഞാനൊരു ഗ്രൂപ്പ് ഓഫ് വാല്യൂ കൊടുക്കുക. ഈ ഗ്രൂപ്പ് ഓഫ് വാല്യൂ നമ്മൾ നേരത്തെ തൊട്ട് പഠിക്കുന്നുണ്ട്, ഇൻ്റർവെൽ എന്ന് അല്ലേ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂ ഞാൻ അസ്യൂം ചെയ്യും. അപ്പോൾ ഇത്ര മുതൽ ഇത്ര വരെയാണ് ഇതിൻ്റെ ആൻസർ, 0 to 10 അല്ലെങ്കിൽ 50 to 100 ആണ് ഇതിൻ്റെ വാല്യൂ വരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു വാല്യൂ അല്ല അവിടെ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്, ഒരുപാട് വാല്യൂസ് ഉണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂ അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൽ ഞാൻ എന്തിനസ് ഒരു പറഞ്ഞ സാമ്പിളിന് ഒരു ഇൻ്റർവെൽ ഓഫ് വാല്യൂ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു, എസ്റ്റിമേറ്റ് ചെയ്യുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻ്റർവെൽ എസ്റ്റിമേഷൻ. അപ്പോൾ എസ്റ്റിമേഷൻ 2 ടൈപ്പ് ഉണ്ട്, പോയിന്റ് എസ്റ്റിമേഷൻ ആൻഡ് ഇൻ്റർവെൽ എസ്റ്റിമേഷൻ. ഒന്നുകൂടെ പറയാം, പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ അവിടെ സിംഗിൾ വാല്യൂ, ആ സാമ്പിളിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ, അസൈൻ ചെയ്യുന്ന വാല്യൂ ഒറ്റ വാല്യൂ ആണെങ്കിൽ അതിന് പോയിന്റ് എസ്റ്റിമേഷൻ എന്നും, ആ ഒറ്റ വാല്യൂവിന് പകരം ഗ്രൂപ്പ് ഓഫ് വാല്യൂ ആണ് നമ്മളവിടെ ആ സാമ്പിളിന് കൊടുക്കുന്നതെങ്കിൽ, എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഇൻ്റർവെൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നു. ആ ഗ്രൂപ്പ് ഓഫ് വാല്യൂവിന് പറയുന്ന പേരാണ് ഇൻ്റർവെൽ. ഓക്കെ, ഇങ്ങനെ എസ്റ്റിമേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഇത് നമുക്ക് എടുത്ത് പഠിക്കാനുള്ളത് പോയിന്റ് എസ്റ്റിമേഷനെ പറ്റിയാണ്. ഈ പോയിന്റ് എസ്റ്റിമേഷനിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു നല്ല എസ്റ്റിമേറ്റർക്ക്, ഒരു ഗുഡ് എസ്റ്റിമേറ്റർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. അപ്പോൾ നല്ലൊരു എസ്റ്റിമേറ്ററെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ വിൽ ചൂസ്, എല്ലായ്പ്പോഴും ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഈ പറഞ്ഞ പോലെ പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ ഒരു നല്ല എസ്റ്റിമേറ്റർ, അപ്പോൾ അയാൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു എസ്റ്റിമേറ്ററിനെ ചൂസ് ചെയ്യുമ്പോൾ ആ എസ്റ്റിമേറ്ററിന് ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങൾ, പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തതാണ് അൺബയാസ്ഡ്. അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഈ പറയുന്ന എസ്റ്റിമേറ്റർ അൺബയാസ്ഡ് ആയിരിക്കണം. പിന്നീട് കൺസിസ്റ്റൻസിയെ പറ്റി പറയുന്നുണ്ട്. കൺസിസ്റ്റൻസി, അപ്പോൾ കൺസിസ്റ്റൻസി അല്ല കൺസിസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അൺബയാസ്ഡ് ആയിരിക്കണം ഒന്ന്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പം നമ്മുടെ ഒരു ഗുഡ് എസ്റ്റിമേറ്റർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഒരു ഗുഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുമ്പോൾ അതിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, അൺബയാസ്ഡ് ആയിരിക്കണം. ഇനി ഇതിനെപ്പറ്റി നമ്മൾ ഓരോന്നും വിശദമാക്കുന്നുണ്ട്, എന്താണ് അൺബയാസ്ഡ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അൺബയാസ്ഡ് ആയിരിക്കണം. അപ്പോൾ എസ്റ്റിമേറ്റർ നമ്മൾ സെലക്ട് ചെയ്യുന്ന ചൂസ് ചെയ്യുന്ന എസ്റ്റിമേറ്റർ അൺബയാസ്ഡ് ആയിരിക്കണം. 2, ഇത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഈ എസ്റ്റിമേറ്റർ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, സ്ഥിരമായിട്ട് നിൽക്കുന്നതായിരിക്കണം. 3, ഇത് എഫിഷ്യൻ്റ് ആയിരിക്കണം. ഓക്കെ, ഈ എസ്റ്റിമേറ്റർ എഫിഷ്യൻ്റ് ആയിരിക്കണം. ലാസ്റ്റ് വൺ, 4ാമത്തെ പ്രോപ്പർട്ടി, സഫിഷ്യൻ്റ് ആയിരിക്കണം. സഫിഷ്യൻ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഗുഡ് എസ്റ്റിമേറ്റർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, പ്രോപ്പർട്ടീസ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് വിൽ ബി അൺബയാസ്ഡ്, or it should be unbiased, consistent, efficient and sufficient. ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന എസ്റ്റിമേറ്ററിനെയാണ് ഒരു ഗുഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. അത്തരം ഗുഡ് എസ്റ്റിമേറ്ററുകളാണ് ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. മനസ്സിലായി? പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത് അത്തരം ഇത്തരം ഗുഡ് എസ്റ്റിമേറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിനകത്ത് ആദ്യമായിട്ട് അൺബയാസ്ഡ് എന്താണ് എന്നുള്ളതിൻ്റെ അർത്ഥം നോക്കാം. ഓക്കെ, അപ്പോൾ അൺബയാസ്ഡിനെ പറ്റിയാണ് നമുക്കിനി പറയാനുള്ളത്. ഒരു ഗുഡ് എസ്റ്റിമേറ്ററിന് ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ഗുണമാണ് അൺബയാസ്ഡ് ആയിരിക്കുന്നത്. എന്താണ് അൺബയാസ്ഡ്? എവരി എസ്റ്റിമേറ്റർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്. നമ്മളിവിടെ പറയുന്നൊരു കാര്യമാണ്, എല്ലാ എസ്റ്റിമേറ്ററുകളും ഒരു സ്റ്റാറ്റിസ്റ്റിക്കാണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കും പാരാമീറ്ററും പഠിച്ചവരാണ്.
അപ്പോൾ എല്ലാ എസ്റ്റിമേറ്ററുകളും ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണ്. ആൻഡ് ഓൾ ദ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ റാൻഡം വേരിയബിൾസ്. അപ്പോൾ ഇവിടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ആലോചിച്ചോണം, സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ഫംഗ്ഷനാണ്. അപ്പം ഓൾ ദി എസ്റ്റിമേറ്റർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, എസ്റ്റിമേറ്ററുള്ള ഒരു ഫംഗ്ഷനായിട്ടോ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എസ്റ്റിമേറ്റർ ഈസ് എ റാൻഡം വേരിയബിൾ. അപ്പോൾ എല്ലാ എസ്റ്റിമേറ്ററുകളും സ്റ്റാറ്റിസ്റ്റിക്കുകളാണ്. ഇനി എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സുകളും എന്താണ്? ഈ പറയുന്ന പോലെ ഫംഗ്ഷനുകളാണ്. അതുകൊണ്ട് റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബന്ധം നിങ്ങൾ ഓർത്തിരിക്കണം, ഇവിടെ പറയേണ്ട ആവശ്യമായിട്ടുണ്ട്, അതുകൊണ്ടാണ് തന്നേക്കുന്നത്. ഓക്കെ, ഓൾ ദ എസ്റ്റിമേറ്റർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് ഓൾ ദ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ റാൻഡം വേരിയബിൾസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് വരാം. അൺബയാസ്ഡ് എന്താണെന്ന് പറയാം. ഇഫ് ദ അരിത്മെറ്റിക് മീൻ ഓഫ് ദി എന്നുവെച്ചാൽ മീൻ കണ്ടുപിടിക്കുക, മീൻ ഓഫ് ദി വാല്യൂസ് ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക് ഫ്രം ഓൾ ദി പോസിബിൾ സാമ്പിൾസ് ഈസ് ഈക്വൽ ടു ദ ട്രൂ വാല്യൂ ഓഫ് ദി പാരാമീറ്റർ. അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ള പോസിബിൾ സാമ്പിൾസിൻ്റെ അരിത്മെറ്റിക് മീൻ എടുത്താൽ കിട്ടുന്ന ഉത്തരം നമ്മൾ യൂസ് ചെയ്യുന്ന ആ പാരാമീറ്ററിൻ്റെ ട്രൂ വാല്യൂ ആണെങ്കിൽ, ട്രൂ വാല്യൂ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന എസ്റ്റിമേറ്റർ എന്താണെന്ന് പറയാം? അൺബയാസ്ഡ് ആണെന്ന് പറയാം. അപ്പോൾ ഒരു എസ്റ്റിമേറ്റർ അൺബയാസ്ഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന സാമ്പിൾ മീൻ, അത് ചുരുക്കി ഇവിടെ പറഞ്ഞേക്കാം. നോക്കിയേ, ഇറ്റ്സ് എക്സ്പെക്റ്റഡ് വാല്യൂ. എന്താ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഇ ഓഫ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാറില്ല. അതാണ്ട് ഇ ഓഫ് ടി, അത് മീനാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെക്റ്റഡ് വാല്യൂ ഈ പറഞ്ഞേക്കുന്ന അരിത്മെറ്റിക് മീനാണ്. ഈ മീൻ ആരുടെ അരിത്മെറ്റിക് മീൻ? എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ടി. ടി എന്ന് പറയുന്ന അവിടെ യൂസ് ചെയ്തേക്കുന്ന ഒരു എന്താ പറയുന്നത് എസ്റ്റിമേറ്റർ ആണ്. അപ്പം എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്, എസ്റ്റിമേറ്റർ അത് തന്നെ സ്റ്റാറ്റിസ്റ്റിക് ആണ്, എന്ന് വെച്ചാൽ എസ്റ്റിമേറ്റർ തന്നെയാണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ എസ്റ്റിമേറ്റർ ഈസ് ഈക്വൽ ടു ട്രൂ വാല്യൂ ഓഫ് പാരാമീറ്റർ. അപ്പം ഞാനിവിടെ ഒരു പാരാമീറ്റർ എന്തോന്ന് അസ്യൂം ചെയ്യുകയാണ്, തീറ്റ. തീറ്റ എന്ന് പറയുന്ന ഒരു പാരാമീറ്ററാണ്. അപ്പോൾ തീറ്റയുടെ ട്രൂ വാല്യൂ എത്ര എന്ന് വെച്ചാൽ ആൻസർ വിൽ ബി തീറ്റ. ഇപ്പം ഞാൻ ആർ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ അസ്യൂം ചെയ്താൽ ആ പാരാമീറ്ററിൻ്റെ ട്രൂ വാല്യൂ എത്ര? 6 തന്നെയാണ്. ഇനി ടി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ അസ്യൂം ചെയ്താൽ ആ ടിയുടെ ട്രൂ വാല്യൂ ടി തന്നെയാണ്. തീറ്റ എന്ന് പറയുന്നത്, ഇപ്പോൾ തീറ്റയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൽഫ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ അസ്യൂം ചെയ്താൽ ആ ആൽഫയുടെ ട്രൂ വാല്യൂ ആൽഫ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവരുന്ന ഈ സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ എസ്റ്റിമേറ്റർ, ആ എസ്റ്റിമേറ്ററിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത്, മീൻ വാല്യൂ എന്ന് പറയുന്നത്, സാമ്പിളിൽ നിന്ന് കിട്ടുന്ന മീൻ വാല്യൂ എന്ന് പറയുന്നത് ട്രൂ വാല്യൂ ഓഫ് പാരാമീറ്റർ ഏതാണോ? അപ്പോൾ ഇവിടെ പാരാമീറ്റർ തീറ്റയാണെന്നിരിക്കട്ടെ, ഇവിടെ പാരാമീറ്റർ തീറ്റയാണെന്നിരിക്കട്ടെ. അപ്പോൾ തീറ്റയാണെങ്കിൽ ആ പാരാമീറ്റർ തീറ്റയുടെ ട്രൂ വാല്യൂ എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? തീറ്റ. പാരാമീറ്റർ തീറ്റയുടെ ട്രൂ വാല്യൂ എന്ന് വെച്ചാൽ ആ വാല്യൂ തന്നെ. ഇപ്പോൾ എൻ്റെ ട്രൂ വാല്യൂ എന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ്, എനിക്ക് എന്ത് വരാനുള്ളത് അതാണ് എൻ്റെ ട്രൂ വാല്യൂ. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇവിടെ പാരാമീറ്റർ എന്താണ് യൂസ് ചെയ്തേക്കുന്നത്, അതിൻ്റെ യഥാർത്ഥ വാല്യൂ, ട്രൂ വാല്യൂ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എന്ന് വെച്ചാൽ ടി ഇവിടെ എന്താണ്? എസ്റ്റിമേറ്റർ ആണ്, അല്ലെ സ്റ്റാറ്റിസ്റ്റിക് ആണ്. ഈ ടി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പാരാമീറ്റർ വെച്ചുകൊണ്ട് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക് വെച്ചുകൊണ്ട് ഇതിൻ്റെ ഈ പറയുന്ന പോലെ അരിത്മെറ്റിക് മീൻ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നു. ആ അരിത്മെറ്റിക് മീൻ കിട്ടുന്നത് എന്ത് തന്നെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു പാരാമീറ്റർ നമ്മളവിടെ യൂസ് ചെയ്യുന്ന പാരാമീറ്ററിൻ്റെ തീറ്റയാണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്, അങ്ങനെ കരുതുക. തീറ്റ എന്ന് പറയുന്ന ആ പാരാമീറ്ററിൻ്റെ ട്രൂ വാല്യൂ തന്നെയാണ് ഇവിടെ ആൻസറായിട്ട് എക്സ്പെക്റ്റേഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഉപയോഗിച്ചേക്കുന്ന ടി എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ എസ്റ്റിമേറ്റർ ഈസ് എ ഗുഡ് എസ്റ്റിമേറ്റർ. അത് ഏത് പ്രോപ്പർട്ടി? ഗുഡ് എന്ന് പറയണമെങ്കിൽ ഗുഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്നതിനെ ധൈര്യത്തോടെ പറയാൻ കഴിയും. അപ്പോൾ ഒരു എസ്റ്റിമേറ്റർ അൺബയാസ്ഡ് ആവാനുള്ള കണ്ടീഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു തീറ്റ. ഇപ്പോൾ ഇവിടെ ടി എന്താണ്? ടി എന്ന് പറയുന്നത് എസ്റ്റിമേറ്റർ അല്ലെ സ്റ്റാറ്റിസ്റ്റിക് ആണ്. ദെൻ തീറ്റ എന്താണ്? തീറ്റ നമ്മളിവിടെ പറയുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന പാരാമീറ്ററിൻ്റെ ട്രൂ വാല്യൂ ആണ്. അപ്പം എസ്റ്റിമേറ്ററിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ, മീൻ വാല്യൂ ഈ പറയുന്ന തീറ്റ പാരാമീറ്ററിൻ്റെ ട്രൂ വാല്യൂ ആയിട്ട് ഈക്വൽ ആവുകയാണെങ്കിൽ അവിടെ വെച്ച് ഈ എസ്റ്റിമേറ്റർ അൺബയാസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇതാണ് അൺബയാസ്ഡിൻ്റെ മീനിങ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് x1, x2, x3 ആൻഡ് x4 ഇത് 4 റാൻഡം സാമ്പിൾസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. റാൻഡം സാമ്പിൾസ് ഡ്രോൺ ഫ്രം എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന 4 റാൻഡം സാമ്പിളുകളാണ് x1, x2, x3, x4. ഓക്കെ, ആൻഡ് വിത്ത് മീൻ മ്യൂ. എന്നിട്ട് ഇതിൻ്റെ ഈ പോപ്പുലേഷൻ്റെ മീൻ മ്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന റാൻഡം സാമ്പിൾസ് ഏതെടുത്താലും അതിൻ്റെ മീൻ കണ്ടുപിടിച്ചാൽ കിട്ടുന്ന ഉത്തരം മ്യൂ ആണ്. അതാണ് വിത്ത് മീൻ മ്യൂ. ദെൻ
ടി ഇസ് ഈക്വൽ ടു x1 പ്ലസ് s2 പ്ലസ് s3 മൈനസ് 2x4 ഈസ് ഡാഷ്. ഈ ഡാഷിൻ്റെ അവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻ എന്താണെന്നുള്ളതിൻ്റെ ഉത്തരം ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഈ പറയുന്നത് ഒരു അൺബയാസറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. അൺബയാസർ എസ്റ്റിമേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഇവിടുത്തെ എസ്റ്റിമേറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി ആണ് എസ്റ്റിമേറ്റർ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എസ്റ്റിമേറ്റർ ഏതാ? ക്യാപിറ്റൽ ടി. ക്യാപിറ്റൽ ടിയുടെ വാല്യൂ x1 പ്ലസ് s2 പ്ലസ് s3 മൈനസ് 2x4. അപ്പോൾ ഞാനിവിടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് അൺബയാസർ ആണോ അല്ലയോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായതുകൊണ്ട് ഞാൻ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് ടി കണ്ടുപിടിക്കുന്നു. അപ്പോൾ എനിക്ക് ടി അൺബയാസർ ആണോ അല്ലയോ ചെക്ക് ചെയ്യണം. അതിന് എക്സ്പെക്ടേഷൻ ഓഫ് ടി കണ്ടുപിടിക്കുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ എല്ലാ എക്സ്പെക്ടേഷൻ കൊടുക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് x1 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് x2 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് x3 മൈനസ് 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x4. ആ 2നെ ഇനി പുറത്തെടുക്കാം. എക്സ്പെക്ടേഷൻ കൊടുക്കുമ്പം ആ വേരിയബിൾ കോൺസ്റ്റന്റ് ഇനി പുറത്തിറങ്ങും. ഇനി നിങ്ങൾ ചിന്തിക്കണം, ഇതിന് ഓരോന്നിനും വില ഇവിടെ ഉണ്ട്. ആ വിലയാണ് ഇവർ പറഞ്ഞേക്കുന്നത് വിത്ത് മീൻ മ്യൂ. ഇത് ഓരോന്നിൻ്റെയും ഓരോ സാമ്പിളിൻ്റെയും ഈ പോപ്പുലേഷനിൽ പെടുന്ന ഓരോ സാമ്പിളിൻ്റെയും മീൻ മ്യൂ എന്ന് പറയുന്നു. മീൻ മ്യൂ ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ മ്യൂ എന്ന് പറയുന്നതിനെ നമുക്കിവിടെ പാരാമീറ്റർ ആയിട്ട് കരുതാം. അപ്പോൾ ഇവിടുത്തെ പാരാമീറ്റർ ആരാണ്? മ്യൂ ആണ്. മനസ്സിലായോ? അപ്പോൾ പാരാമീറ്റർ എന്താണെന്ന് അവിടെ ആ പറയുന്ന മീനിന് കിട്ടിയൊരു വാല്യൂ ആണ് മ്യൂ. കൊടുത്തിരിക്കുന്നൊരു വാല്യൂ ആണ് മ്യൂ. ആ മ്യൂ ആണ് ഇവിടെ പാരാമീറ്റർ. അപ്പോൾ പാരാമീറ്റർ ഇസ് എ വാല്യൂ. അപ്പോൾ അവിടെ ആ സാമ്പിളിൻ്റെ അപ്പോൾ പാരാമീറ്ററും ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്കും ഉണ്ടെന്നോ. പാരാമീറ്റർ എന്ന് പറയുമ്പം ഈ സാമ്പിളിൻ്റെ വാല്യൂ ആണ്. ആ സാമ്പിളിൻ്റെ വാല്യൂ ആണ് അവിടെ മീനാണ് അവിടെ തന്നേക്കുന്നത് മ്യൂ. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻ ഓഫ് x1 കണ്ടുപിടിക്കാൻ പോവാണ്. ഈ സാമ്പിളിൻ്റെ x1ൻ്റെ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ മീൻ യൂസ് ചെയ്യുന്നു. ആ മീൻ ഏതാണ്? മ്യൂ. ഓക്കെ. പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് x2 വീണ്ടും നമ്മൾ ഇതേ സെയിം മീൻ തന്നെ. ഇതിൻ്റെ മീൻ കണ്ടുപിടിച്ചാൽ ഉത്തരം മ്യൂ ആണെന്ന് അവിടെ പറഞ്ഞേക്കുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് x3 എടുക്കുമ്പോഴും മ്യൂ തന്നെ ഉത്തരം. ഇനി 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x4 എടുക്കുമ്പോഴും മ്യൂ. അപ്പോൾ ഈ സാമ്പിളിലെ ഈ പോപ്പുലേഷനിലെ ഏത് മീൻ എടുത്താലും അവിടെ കിട്ടുന്ന സാമ്പിൾ മീൻ, ഏത് സാമ്പിൾ എടുത്താലും അവിടെ കിട്ടുന്ന മീൻ എന്താണ്? വിത്ത് മീൻ മ്യൂ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഏത് സാമ്പിൾ എടുത്താലും അതിൻ്റെ മീൻ എക്സ്പെക്ടേഷൻ വാല്യൂ എന്തായിരിക്കും? മ്യൂ ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് ആഡ് ചെയ്യുമ്പോൾ 3 മ്യൂ ഉണ്ടല്ലേ. ഇത് 3 മ്യൂ ഉണ്ട്. -2 മ്യൂ. ആൻസർ ബിക്കം മ്യൂ. അപ്പോൾ നോക്കിയേ, എക്സ്പെക്ടേഷൻ ഓഫ് ടി, ഈ ടി എന്ന് പറയുന്ന എസ്റ്റിമേറ്ററിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ഞാൻ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് മ്യൂ എന്ന് പറയുന്ന കറക്റ്റ് ആ പാരാമീറ്ററിൻ്റെ തന്നെ ട്രൂ വാല്യൂ കിട്ടി. ഇപ്പോൾ ഇവിടുത്തെ പാരാമീറ്റർ ആരായിരുന്നു? മ്യൂ ആണ്. ആ മ്യൂവിൻ്റെ എന്ത് കിട്ടി? ട്രൂ വാല്യൂ എനിക്ക് കിട്ടി. സോ എനിക്ക് ധൈര്യത്തോടെ പറയാം, therefore ടി ഈസ് ആൻ അൺബയാസ്ഡ്. ടി ഈസ് ആൻ, അതുകൊണ്ട് ഉത്തരം കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് എങ്ങനെ? അൺബയാസ്ഡ് പാരാമീറ്റർ, അല്ലെങ്കിൽ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. പാരാമീറ്റർ അല്ല, എസ്റ്റിമേറ്റർ. അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ വിത്ത് പാരാമീറ്റർ. ഇവിടുത്തെ പാരാമീറ്റർ ആരായിരുന്നു? മ്യൂ. ഓക്കെ. വിത്ത് പാരാമീറ്റർ മ്യൂ. അപ്പോൾ ഇവിടെ ടി ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ വിത്ത് പാരാമീറ്റർ മ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും അവിടെ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇവിടെ x1, s2, s3, x4 എന്ന് പറയുന്നത് മീനായിട്ട് വരുന്ന ഒരു പോപ്പുലേഷനിലെ സാമ്പിൾസുകളാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മീൻ എടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്താണ്? എക്സ്പെക്ടേഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എല്ലായ്പ്പോഴും മ്യൂ ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ടിയുടെ സാധ്യത പരിശോധിച്ചത് ഫ്രം ഓപ്ഷൻ വെച്ചുകൊണ്ട് ഓപ്ഷൻ പ്രധാനമായിട്ട് അൺബയാസ്ഡ് ആയിരിക്കും പറയുന്നത്. അപ്പോൾ അൺബയാസ്ഡ് വെച്ചുകൊണ്ട് നമുക്കിവിടെ അൺബയാസ്ഡ് ആണ് അല്ല എന്നുള്ള രീതിയിലേക്കായിരിക്കും ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ അൺബയാസ്ഡ് ആണോ അല്ലയോ ചെക്ക് ചെയ്ത രീതിയാണിത്. ചെക്ക് ചെയ്തപ്പോൾ എല്ലാ എക്സ്പെക്ടേഷൻ എടുത്തപ്പോഴും ആ സാമ്പിൾ ഓരോന്നിൻ്റെയും എക്സ്പെക്ടേഷൻ എടുത്തപ്പോൾ ഇവിടെ ആൻസർ ആ പറഞ്ഞേക്കുന്ന മീനായ മ്യൂ ആണ് കിട്ടുന്നത്. അങ്ങനെ മ്യൂ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് തന്നപ്പോൾ എനിക്ക് ആൻസർ മ്യൂ എന്ന് മാത്രം കിട്ടി. എക്സ്പെക്ടേഷൻ ഓഫ് ടി മ്യൂ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഓർക്കണം, എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു തീറ്റ. അതായത് ടി എന്ന് പറയുന്ന എസ്റ്റിമേറ്ററിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് ട്രൂ വാല്യൂ ഓഫ് പാരാമീറ്റർ ആണെങ്കിൽ ഇവിടുത്തെ പാരാമീറ്റർ മ്യൂ ആണ്. മ്യൂവിൻ്റെ ട്രൂ വാല്യൂ എത്രയെന്ന് വെച്ചാൽ മ്യൂ തന്നെയാണ്. അപ്പോൾ അതാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ടി ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് ധൈര്യത്തോടെ പറയാം വിത്ത് പാരാമീറ്റർ മ്യൂ. ഓക്കെ. നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലൂടെ നോക്കാം. യൂസിങ് SRSWOR. വല്ല പരിചയമുണ്ടോ? SRSWR ഉണ്ട്, SRSWOR ഉണ്ട്.
സിമ്പിൾ റാൻഡം സാമ്പിൾ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. സിമ്പിൾ റാൻഡം സാമ്പിൾ വിത്ത് റീപ്ലേസ്മെൻറ്റ് കൊണ്ട്, അപ്പോൾ വിത്ത് റീപ്ലേസ്മെൻ്റ് ആകുമ്പോൾ ഓ വരത്തില്ല, വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആകുമ്പം ഓ വരും. കോമ സെലക്ട് സാമ്പിൾ സൈസ് ഓഫ് 2 ഫ്രം ദി, അപ്പോൾ അവിടെ സാമ്പിൾ സൈസ് പറയുന്നുണ്ട് 2, 2 പേരെ എടുക്കണ്ടേ. 2 ഫ്രം ദി പോപ്പുലേഷൻ കൺസിസ്റ്റ് ഓഫ് 4, 5, 6, 7 and 8. അപ്പോൾ ഈ പറഞ്ഞ പോലെ 4, 5, 6, 7, 8 എന്നീ ഇതാണ് പോപ്പുലേഷൻ. ഇതിനകത്തുനിന്ന് നമ്മൾ 2 സാമ്പിൾസിനെ വെച്ചെടുക്കണം വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് ഇല്ലാതെ. ദെൻ സാമ്പിൾ മീൻ ഈസ് ഡാഷ് എസ്റ്റിമേറ്റ് ഓഫ് പോപ്പുലേഷൻ മീൻ. അങ്ങനെ എടുത്തുകൊണ്ട് സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിലുള്ള ഒരു കണക്ഷൻ, അതായത് സാമ്പിൾ മീൻ ഇസ് ദ ഡാഷ് എസ്റ്റിമേറ്റ്. ഈ ഡാഷ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഓപ്ഷൻ വരുന്നുണ്ടാവും, അൺബയാസ്ഡ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അൺബയാസ്ഡ് ആയതുകൊണ്ട് അൺബയാസ്ഡ്നെസ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സാമ്പിൾ മീൻ ആണ് ഇവിടുത്തെ എന്ത് എസ്റ്റിമേറ്റർ. സാമ്പിൾ മീൻ ഇസ് ദ ഡാഷ് എസ്റ്റിമേറ്റ് ഓഫ് പോപ്പുലേഷൻ മീൻ. അപ്പോൾ പോപ്പുലേഷൻ മീൻ ആണ് ഇവിടുത്തെ പാരാമീറ്റർ. അപ്പോൾ ഇവിടുത്തെ പാരാമീറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനെയാണ്? പോപ്പുലേഷൻ മീനെയാണ്. ഓക്കെ, പാരാമീറ്റർ പോപ്പുലേഷൻ മീനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കണ്ടു നോക്കാം. ആ സാമ്പിൾ മീൻ എടുത്തിട്ടൊന്ന് വാല്യൂ കണ്ടു നോക്കാം. അതിനുവേണ്ടി നോക്കണം, നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഇത് SRS-WR ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇച്ചിരി സ്പീഡിൽ അല്ലെങ്കിൽ വലിയ സ്റ്റെപ്സ് വേണ്ട, സ്പീഡല്ല വലിയ സ്റ്റെപ്സ് ആവശ്യമില്ല. അപ്പം എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കാം, ഈ 4, 5, 6, 7, 8 ഈ ഇത്രയും വാല്യൂ ഈ പോപ്പുലേഷനിൽ നിന്ന് 2 വാല്യൂ എടുക്കുക എന്ന് പറയുമ്പം വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സെയിം വാല്യൂ വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ 4, 4 വരാൻ പാടില്ല. അപ്പോൾ എങ്ങനെയൊക്കെ 4, 5 എടുക്കാം, 4, 6 ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കണം. 4, 7, 4, 8 ഇത്രയും തന്നെ 4 വെച്ച് പറയാൻ പറ്റും. ഇനി അടുത്തത് 5 വെച്ച് 5, 6, 5, 7, 5, 8. ഓക്കെ, ഇനി അടുത്തത് 6, 6 ഇപ്പം തന്നെ 1, 2, 3, 4, 5, 6, 7 7 വാല്യൂ ആയി. ഇനി അടുത്തത് 6, 6 പറയാൻ പറ്റത്തില്ല. 6, 5, 6, 7, 6, 7, 6, 8. ഓക്കെ, ഇനി അടുത്ത അവസാനത്തെ വാല്യൂ 7, 8. ഇത്രയാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന സാമ്പിൾസ്. അപ്പോൾ ഈ സിമ്പിൾ റാൻഡം സാമ്പിൾ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സെയിം വാല്യൂ വരാൻ പാടില്ല. ഇപ്പോൾ 4, 4 എടുക്കാൻ പാടില്ല, 5, 5 വരാൻ പാടില്ല, 6, 6 വരാൻ പാടില്ല, 7, 7 വരാൻ പാടില്ല, 8, 8 വരാൻ പാടില്ല. ഓക്കെ, ഇനി 4, 5 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 5, 4 എടുക്കരുത്. 5, 4ഉം 4, 5ഉം സെയിം ആണ്. ഇപ്പോൾ 4, 5, 5, 4 എന്ന് പറയുമ്പോൾ 2 വരെ വാല്യൂ ആണ്, 2 വരെ മീൻ അവിടെ കിട്ടും, അത് എടുക്കരുത്. ഇനി 4, 6 അപ്പം 4, 6 ആണെങ്കിൽ ഇനി 6, 4 എടുക്കാൻ പാടില്ല. 4, 7 ആണെങ്കിൽ 7, 4 എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ ആ റെപ്പറ്റീഷൻ ഒന്നും വന്നിട്ടില്ല. നോക്കിയേ, 4, 5, 5, 4 എഴുതിയിട്ടില്ല. 4, 6 എഴുതിയപ്പോൾ 6, 4 എഴുതിയിട്ടില്ല. 4, 7 എഴുതിയപ്പോൾ 7, 4 എഴുതിയിട്ടില്ല. 4, 8 എഴുതിയപ്പോൾ 8, 4 വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ 4, 5, 4, 6, 4, 7, 4, 8 അങ്ങനെ എടുത്തു. അടുത്തത് 5, 6, 5, 7, 5, 8 അങ്ങനെ എടുത്തു. 6, 7, 6, 8 അങ്ങനെ എടുത്തു. 7, 8 ഇങ്ങനെ നമ്മൾ എടുത്തു വന്നപ്പോൾ നമുക്ക് 10 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഈ 10 വാല്യൂസാണ് നമ്മുടെ സാമ്പിൾസ്. അപ്പോൾ നമുക്ക് 2 പേരെ ഈ പോപ്പുലേഷനിൽ നിന്ന് 2 പേരെ വെച്ച് എത്ര രീതിയിൽ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിൽ എത്ര സാമ്പിൾസ് എടുക്കാൻ കഴിഞ്ഞു? നമ്പർ ഓഫ് സാമ്പിൾസ് ഇവിടെ എത്രയാണ്? 10. ഇതിനകത്ത് നമ്മളിനി എന്ത് ചെയ്യണം? മീൻ കണ്ടുപിടിക്കുന്നത്, ഓരോന്നിൻ്റെയും മീൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒന്നാമത്തെ മീൻ 4, 5ൻ്റെ മീൻ പറയുകയാണ്. 4, 5ൻ്റെ മീൻ എന്ന് പറയുമ്പോൾ 2 കൂടെ ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4ഉം 5 കൂടെ ആഡ് ചെയ്താൽ 9 ആണ്. 9/2 ആൻസർ 4.5 ആണ്. ഓക്കെ, ഇനി അടുത്തത് 4, 6ൻ്റെ എത്ര വരുന്നത്? 10 ആണ്. 10/2 5 ആണ്. അടുത്തത് 4, 7 11 ആണ്. 11/2 5.5 ആണ്. അടുത്തത് 4, 8 12 ആണ്. 12/2 6 ആണ്. 5, 6 11 ആണ്. 11/2 5.5 ആണ്. അടുത്തത് 5, 7 12 ആണ്. 12/2 6 ആണ്. 5, 8 13 ആണ്. 13/2 6.5 ആണ്. അടുത്തത് 6, 7 13 ആണ്. അപ്പം 13/2 6.5 ആണ്. 6, 8 14 ആണ്. 14/2 7 ആണ്. 7, 8 15 ആണ്. 15/2 7.5 ആണ്. നോക്കാം, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 വാല്യൂ ഉണ്ട്. ഈ 10 വാല്യൂസിൻ്റെയും മീനാണ് ഈ കിടക്കുന്നത്, മീൻ. ഓക്കെ, സാമ്പിൾ മീൻ എന്ന് പറയും. എന്തോ പറയുന്നതിന്? സാമ്പിൾ മീൻ. ഈ സാമ്പിൾ മീൻ എല്ലാവരും ആഡ് ചെയ്തതിന് ആഡ് ചെയ്യുമ്പം നമുക്കിതിനകത്തുനിന്ന് ഈ 4.5 5.5 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 10 15 21 21 22 22 28
33, 39, 40, 46, 53, 60. ഈ സാമ്പിൾ മീൻ എല്ലാം കൂടെ ആഡ് ചെയ്തപ്പം എന്താ കിട്ടിയേക്കുന്നത്? ഈ സാമ്പിൾ മീൻ എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ 60 ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് എസ് ബാർ കണ്ടുപിടിക്കാം. എസ് ബാർ ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോണം, എക്സ് ബാർ. അപ്പോൾ ഈ കിടക്കുന്ന ഓരോന്ന് x1, x2, x3, x4 ഇങ്ങനെ എടുക്കുക. എക്സ് ബാർ ഇസ് ഈക്വൽ ടു 60 ബൈ ടോട്ടൽ 60 അല്ലേ? അതിനെ എത്ര പേരുണ്ട്? ഇത് 10 പേരല്ലേ? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ആൻസർ ബിക്കം 6 എന്ന് കിട്ടും. എക്സ് ബാർ ഇസ് ഈക്വൽ ടു 6. അങ്ങനാണെങ്കിൽ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 6 ആണെങ്കിൽ നമുക്കിനി എക്സ്പെക്റ്റേഷൻ ഓഫ് എന്ത് കണ്ടുപിടിക്കാം? ഈ പറയുന്ന പോലെ എക്സ് ബാർ എന്ന് കണ്ടുപിടിക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോണേ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ എന്ന് പറയുമ്പം പോപ്പുലേഷൻ്റെ മീനാണ് ഉദ്ദേശിക്കുന്നത്. പോപ്പുലേഷൻ്റെ മീൻ എന്ന് പറയുന്നത് 4 + 5 + 6 + 7 + 8 ബൈ 5. അപ്പോൾ ഇത് ഓരോരുത്തരുടെയും മീനാണ് ഈ കാണിച്ചേക്കുന്നത്. ഇതിൻ്റെ ആൻസർ നോക്കാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പം ഇതെല്ലാം ആഡ് ചെയ്യുമ്പം 30 എന്ന് വരുന്നു. 30 ബൈ 5 ആൻസർ 30 ബൈ 5 ആൻസർ 6 എന്ന് വരുന്നു. അങ്ങനെ എക്സ്പെക്റ്റേഷൻ ഓഫ് എന്ത്? എക്സ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അല്ലേ? അപ്പോൾ ഇവിടെ ചെറിയൊരു തിരുത്തുണ്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ, ശ്രദ്ധിക്കുക, ആ തിരുത്തിതാണ്. ഈ കിടക്കുന്നതൊക്കെ സാമ്പിൾ മീനുകളായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഈ സാമ്പിൾ മീനുകളുടെ മീനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ. അപ്പോൾ ഈ കിടക്കുന്ന ഓരോന്നും എക്സ് ബാറുകളാണ്. അപ്പോൾ ഇത് 2 സാമ്പിളുകളാണ്. ഈ സാമ്പിളുകളുടെ മീനാണ് ഈ കിടക്കുന്നത്. ആ സാമ്പിൾ മീനിൻ്റെ മീനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ. എക്സ് ബാറിൻ്റെ എക്സ്പെക്റ്റേഷൻ അതാണ് 60 ബൈ 10 ഇസ് ഈക്വൽ ടു 6. ഇനി ഇതെന്താണെന്ന് വെച്ചാൽ ഇത് പോപ്പുലേഷനാണ്. ഈ പോപ്പുലേഷനല്ലേ ഈ കിടക്കുന്നത്? യവന്മാർ പോപ്പുലേഷനാണ്. ഇത് സാമ്പിളുകളാണ്, ഇത് പോപ്പുലേഷനാണ്. അപ്പോൾ ഈ പോപ്പുലേഷനിൽ നിന്നാണ് നമ്മൾ ഈ സാമ്പിളിനെ എടുത്തേക്കുന്നത്, ഈ 2 വെച്ച് എടുത്തേക്കുന്നത്. ഈ പോപ്പുലേഷൻ മീനിനെ നമ്മൾ സാധാരണ മ്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? പോപ്പുലേഷൻ മീനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കൊടുക്കുന്ന പാരാമീറ്റർ എന്താണ്? മ്യൂ ആണ്. എന്താണ്? മ്യൂ ആണ്. ആ മ്യൂ ഇവിടെ എന്ന് പറയുന്നത്, അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക, മ്യൂ എന്ന് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പോപ്പുലേഷൻ മീനെ. അപ്പോൾ സാമ്പിൾ മീനെ നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? എക്സ് ബാർ. സാമ്പിൾ മീൻ എക്സ് ബാർ ആണ്. പോപ്പുലേഷൻ മീൻ എന്ന് പറയുമ്പോൾ അത് മ്യൂ ആണ്. മറക്കരുത്, പോപ്പുലേഷൻ മീൻ മ്യൂ ആണ്. അപ്പോൾ പോപ്പുലേഷൻ മീൻ കൊടുക്കുന്ന പാരാമീറ്റർ ആണ്, ആ സിമ്പലാണ് മ്യൂ, പാരാമീറ്ററാണ് മ്യൂ. ഈ മ്യൂ ഇവിടെ കണ്ടുപിടിക്കുമ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 30 ബൈ 5 ആൻസർ എത്ര വരുന്നത്? 6. കാരണം ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ എണ്ണമായ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 6 എന്ന് വരുന്നു. ഇനി ഒന്ന് നോക്കിയേ, ഈ എക്സ് ബാറും ഈ മ്യൂവും തമ്മിൽ ബന്ധം വന്നില്ലേ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാറിൻ്റെ വിലയും മ്യൂവിൻ്റെ വിലയും സെയിം ആയില്ലേ? അങ്ങനെയാണ് എനിക്ക് ധൈര്യത്തോടെ പറഞ്ഞുകൂടെ, ദെയർഫോർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് പറഞ്ഞുകൂടെ? അങ്ങനെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് പറയാൻ കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ എക്സ് ബാറിന് ഈ മ്യൂ ആയിട്ട്, എന്ന് വെച്ചാൽ എക്സ് ബാർ എന്ന് പറയുന്ന എസ്റ്റിമേറ്റർ, എക്സ് ബാർ എന്ന് പറയുന്ന ഈ പറയുന്ന എസ്റ്റിമേറ്റർ, ഇത് സ്റ്റാറ്റിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ എസ്റ്റിമേറ്റർ ആണ്, ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. അപ്പോൾ ഈ എസ് ബാർ ഇവിടെ ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് വിത്ത് പാരാമീറ്റർ മ്യൂ. അപ്പം ഈ മ്യൂ എന്ന് പറയുന്ന ഇവിടുത്തെ പാരാമീറ്റർ, അതിൻ്റെ ട്രൂ വാല്യൂ, അതിൻ്റെ ട്രൂ വാല്യൂ ആക്ച്വലി ഇതാണ് 6 ആണ് ഇവിടുത്തെ ട്രൂ വാല്യൂ കേട്ടോ. അപ്പോൾ ഈ ട്രൂ വാല്യൂ തന്നെ ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാറിന് കിട്ടിയില്ലേ? അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ അതേ വാല്യൂ ആണ് ഈ മ്യൂവിൻ്റെ ട്രൂ വാല്യൂ. അപ്പോൾ ട്രൂ വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ടോ? നമുക്കിപ്പോൾ പോപ്പുലേഷൻ മീൻ മ്യൂ ആണെങ്കിൽ അതിൻ്റെ ട്രൂ വാല്യൂ എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ എല്ലാം കൂടെ ആഡ് ചെയ്ത് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ആ മീനാണ് അതിൻ്റെ ട്രൂ വാല്യൂ. അപ്പോൾ ട്രൂ വാല്യൂ ഇവിടെ 6 ആണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞു, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ മ്യൂ ഈക്വൽ ആണെന്ന് എഴുതാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എൻ്റെ ചോദ്യം കണ്ടോ? ദെൻ സാമ്പിൾ മീൻ എന്ന് പറയുമ്പോൾ എക്സ് ബാർ ആണ്. എക്സ് ബാർ ഈസ് ഡാഷ് എസ്റ്റിമേറ്റ് ഓഫ് പോപ്പുലേഷൻ മീൻ. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് വന്നു കഴിഞ്ഞാൽ ധൈര്യത്തോടെ പറയാം എക്സ് ബാർ ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് ഓഫ്, എന്താ പറയുന്നത് ഉത്തരം വരുന്നത് അൺബയാസ്ഡ്. എക്സ് ബാർ ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് ഓഫ് എന്തിൻ്റെ? പോപ്പുലേഷൻ മീൻ. കാരണം ഇവിടെ പോപ്പുലേഷൻ മീനാണ് പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വാല്യൂ എന്ത് SRSWOR, സിമ്പിൾ റാൻഡം സാമ്പിൾ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ വിത്ത് റീപ്ലേസ്മെൻറ്റ് യൂസ് ചെയ്തോ ഒക്കെ നമുക്ക് ഈ രീതിയിൽ അൺബയാസ്ഡ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ.